നമസ്കാരം. ഫുട് പ്രിന്റ്സ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 70കളിൽ IASന് വേണ്ടി പഠിക്കുമ്പോഴും അതിനുശേഷം കർമ്മപഥത്തിലേക്ക് ഏർപ്പെടുമ്പോഴുമുള്ള സാറിന്റെ അനുഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ ഡി ബാബു പോൾ IAS നമ്മളുമായി പങ്കുവച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ. എന്നാൽ സാറിനെ സ്വാധീനിച്ച വ്യക്തികൾ, സംഭവങ്ങൾ, ഇതേപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ആ സംവാദത്തിലേക്ക് ഏർപ്പെടാം. ഈ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഫുട് പ്രിന്റ്സ് ഫോർ ജെൻ എന്ന പരിപാടിയിലേക്ക്. സാറിപ്പോ വളരെ സ്പിരിച്വൽ ആയിട്ട് സംസാരിക്കുന്നു. അപ്പം ആ ഒരു റിട്ടയർഡ് ജീവിതം കുറച്ചുകൂടെ സ്പിരിച്വലി എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണോ? ഇല്ല, അങ്ങനെ ഒരു റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് ഒരു സ്പിരിച്വൽ എൻഹാൻസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചൊക്കെ ഒരു സ്പിരിച്വൽ ഇൻക്ലിനേഷനൊക്കെ നമ്മൾ വളരുന്ന സാഹചര്യം കൊണ്ടും ഒക്കെ ഉണ്ടാകാം. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ വായിച്ചു വരുമ്പോൾ കൺഫ്യൂഷൻ കൂടുതലല്ലേ. അതുകൊണ്ട് നമുക്ക് അറിയാൻ പാടില്ല എന്നറിയാവുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയുക എന്നൊക്കെ ഉള്ളതല്ലാതെ പിന്നെ ഒരു ഈശ്വരനൊരു വലിയ താങ്ങാണല്ലോ. ഈശ്വരൻ ഇല്ലാതിരുന്നെങ്കിൽ മനുഷ്യനൊരു ഈശ്വരനെ സൃഷ്ടിക്കുമായിരുന്നു. കാരണം ഈ നിരീശ്വരവാദമൊക്കെ പറയുന്നവർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും, എൻ്റെ കാര്യം നമ്മൾ നോക്കിക്കോളാം എന്നുള്ളത്. ഒരു ദൈവം ആശ്രയിക്കാനൊരു ദൈവം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു ബലവും എളുപ്പമൊക്കെ വരും. അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വളർന്നു വരുമ്പോൾ കൂടുതൽ സമയം. അപ്പം ഞാൻ രാവിലെ ഈശ്വര വിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയം ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ ഏകദേശം 1-1.25 മണിക്കൂർ ഈ പരിപാടികൾക്കായിട്ടാണ് പോകുന്നത്. അത് എനിക്കൊരു കൗതുകം അങ്ങനെ തോന്നി, അങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അത് പെൻഷനായി കഴിഞ്ഞിട്ടുണ്ടാവണമല്ല. പെൻഷനായി കഴിയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സമയം കിട്ടുമായിരിക്കും. സാറിൻ്റെ കോളേജ് ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? കോളേജ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളെല്ലാം പരസ്യമായിട്ട് പറയാൻ കൊള്ളില്ല. എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യം മുതൽ തന്നെ കോളേജിലെ ഇലക്ഷന് മത്സരിച്ച കാര്യം, കോളേജിലെ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്ത കാര്യം, പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ. ആലുവ കോളേജിൽ ആദ്യം ചെന്ന ദിവസം വൈകുന്നേരം ഞാൻ ഇങ്ങനെ നടക്കാനിറങ്ങി. അപ്പോൾ സ്കൂളിൽ ഞാൻ ബോയ് സ്കൗട്ടായിരുന്നു. അപ്പോൾ ആ സ്കൗട്ടിൻ്റെ ഷർട്ട് പിന്നെ ആവശ്യമില്ല, അന്ന് NCC ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതല്ല എൻ്റെ യൂണിഫോം. അപ്പോൾ മുണ്ടും ഈ ഷർട്ടും ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ ക്യാമ്പസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പുറയുന്ന ആൾക്കാർ അബ്ദു അബ്ദു എന്ന് വിളിക്കണു. അപ്പം എൻ്റെ പേര് അബ്ദു എന്നല്ലല്ലോ, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആൻഡ്രൂ സാർ വന്നപ്പോൾ പറഞ്ഞു, എടോ തന്നെയാണ് വിളിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ആലുവ കോളേജിലെ ശിവായിമാരുടെ യൂണിഫോമും ഈ കാക്കി ഷർട്ടും വെള്ളമുണ്ടുവാ. പ്രിൻസിപ്പാളിൻ്റെ ശിവായിയുടെ പേരാണ് അബ്ദു. ഈ സീനിയേഴ്സൊക്കെ എന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും മറക്കാനാവാത്ത കോളേജിലെ ആദ്യത്തെ ദിവസത്തെ ഒരു അനുഭവമാണത്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വന്നപ്പോൾ നേതാവൊക്കെ ആയിരുന്നു. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൻ്റേതായ അല്ലറ ചില്ലറ അഹങ്കാരം എനിക്കും ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ടുള്ള ശല്യം സാറന്മാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് പറയാൻ. എന്നെ ഒരു സാറ് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. 2 പേരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അത് ഒരാളെ ഇറക്കി വിടാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഫൈനൽ ഇയറുകാർക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അപ്പുറത്താണ് പെൺകുട്ടികളുടെ വെയിറ്റിംഗ് റൂം. അപ്പോൾ അവരവിടെ എന്താ നോട്ട് കേൾക്കാനൊക്കെ ക്ലാസ് ഇല്ലാത്ത കുട്ടികൾ വന്നിട്ട് അവർ ആ വരാൻ്റെ കൂടെ പോയപ്പോൾ ആരാണ്ട് അങ്ങോട്ട് നോക്കി. അപ്പോൾ ഈ സാറ് പറഞ്ഞു, നിങ്ങളാരും അങ്ങോട്ട് നോക്കണ്ടാന്ന്. അദ്ദേഹം പറഞ്ഞ യു നീഡ് നോട്ട് ലുക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ യൂണിയൻ ചെയർമാനാണ്, ചെയർമാനിൽ അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ്. പുറകിലിരുന്നത് ഞാൻ പറഞ്ഞു, നോട്ടൊക്കെ സാറായിക്കോളാം എന്നർത്ഥം എന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല എനിക്ക്. ഇപ്പോൾ നിങ്ങളുടെ ലോ അക്കാഡമിയിലൊക്കെ പറയേണ്ട പുറത്തോട്ട് CET അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അന്നിപ്പോൾ വിവരമില്ലല്ലോ. അപ്പോൾ സാറ് പറഞ്ഞ് ഇറങ്ങി പോകാൻ പോകും.
അപ്പോൾ ഞാൻ പറയും ഇറങ്ങിപ്പോകാൻ എനിക്ക് അറ്റൻഡൻസ് തരണം, അല്ലെങ്കിൽ ഒരു വർഷം പോണ കേസാണ്. അറ്റൻഡൻസ് ഒക്കെ തന്നൊക്കെ എൻ്റെ ക്ലാസ്സിൽ വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതൊന്നൊരു നല്ല മാതൃകയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. സാറിനെ ഒരു എഴുത്തുകാരനാകാൻ ഏറ്റവും അധികം സ്വാധീനിച്ചത് ആ കലാലയ ജീവിതം തന്നെയാണോ? അല്ല, ഞാൻ ആദ്യം ഒരു എഴുത്തുകാരനായത് കലാലയത്തിലൊക്കെ വരുന്നതിന് വളരെ മുമ്പാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിലൊരു യാദൃച്ഛികതയുണ്ട്. എനിക്ക് 8 വയസ്സ് 9 വയസ്സാണെന്ന് തോന്നുന്നു പ്രായമുള്ളപ്പോൾ, 1949-50 ആ പീരീഡിൽ 8-9 വയസ്സ്. സൽസ്വഭാവം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാനൊരു ഉപന്യാസം എഴുതി. ആ ഉപന്യാസം എൻ്റെ അച്ഛന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ ഇത് നല്ല ഉപന്യാസമാണ്, പക്ഷേ അത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ, ബാക്കിയുള്ളവർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നറിയണ്ടേ, നീ ഒരു കാര്യം ചെയ്യുമെന്ന് പകർത്തി ബാലമിത്രത്തിന് അയച്ചു കൊടുക്കുന്നു. ബാലമിത്രം എന്ന് പറയുന്ന ആ കാലത്ത് മലയാളത്തിലുണ്ടായിരുന്ന ഏക ചിൽഡ്രൻസ് മാഗസിനാണ്. അവർക്ക് അയച്ചു കൊടുത്തു. ബാബു വിദ്യാർത്ഥി, കുറുപ്പമ്പടി, പെരുമ്പാവൂർ എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. അടുത്ത ലക്കത്തിൽ ഈ സാധനം അച്ചടിച്ചു വന്നു. ബാലമിത്രത്തിൻ്റെ ബാലപംക്തിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞ ചെറിയൊരു സബ് പരിപാടിയുണ്ട്, അതിനകത്താണ് അടിച്ചത്, വലിയ കാര്യമായിട്ടൊന്നും അല്ല. അതിൽ എനിക്കൊരു ഉന്മേഷം തോന്നി. അവിടെ നിന്നാണ് എഴുത്ത് ജീവിതം തുടങ്ങുന്നത്. 8 വയസ്സ് തുടങ്ങി. പിന്നെ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ക്ലാസ്സുകളിൽ ഞാൻ പതിവായി പോകുമായിരുന്നു. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഇടയ്ക്കല്ലേ, അപ്പോൾ ഹിന്ദി പഠിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ കുഴപ്പത്തിലാകുമെന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നത് കൊണ്ട് ബുദ്ധിയുള്ള ആളിലൊക്കെ ഹിന്ദി പഠിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിലേക്കാൾ വളരെ ഉയർന്ന സ്റ്റാൻഡേർഡാണ് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പ്രവേശിക വരെ കഴിഞ്ഞാൽ പിന്നെ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ 60 പഠിപ്പിക്കാം. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രേംചന്ദിൻ്റെ കഥകളൊക്കെ മലയാളത്തിലാക്കും. അതൊക്കെ ഈ ബാലമിത്രത്തിന് അയച്ചു കൊടുക്കും. അവരിതൊക്കെ അച്ചടിക്കും. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ എഴുത്ത് തുടങ്ങിയത്. പിന്നെ കലാലയ ജീവിതകാലം അതിന് പ്രോത്സാഹനം കിട്ടി. 1-2 വർഷങ്ങളിൽ കോളേജ് മാഗസിനിലെ ഏറ്റവും നല്ല ലേഖനത്തിനുള്ള സമ്മാനം കിട്ടി. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ചില വാരാന്ത്യ പതിപ്പിലൊക്കെ അല്ലറ ചില്ലറ എഴുതുമായിരുന്നു. പക്ഷെ കലാലയ ജീവിതമാണ് എന്നെ എഴുത്തുകാരനാക്കിയതെന്ന് പറയുന്നത് ശരിയല്ല. എന്നെ എഴുത്തുകാരനാക്കിയ അത് ഈശ്വരനും എൻ്റെ അച്ഛനുമാണ്, ആ ബാലമിത്രത്തിൻ്റെ അന്നത്തെ പത്രാധിപൻ. CIT കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. കഴിഞ്ഞിടയ്ക്ക് അവിടെ ഒരു ദുരന്തം നടന്നു. ആ ദുരന്തം സാർ എങ്ങനെ കാണുന്നു? ഏതാ? ഇപ്പം ഈയിടാണെന്നോ? അല്ല, അത് നിർഭാഗ്യകരമായി പോയി. ആ ദുരന്തം, ആ നടന്ന സംഭവത്തെ അല്ല നമ്മൾ കാണേണ്ടത്, ആ സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യത്തിലാണ് പറ്റിയത്. അവിടെ കോളേജിൽ ബസ് വണ്ടി കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി കയറ്റി 1 വേ തെറ്റിച്ച് ഓടിച്ച് ആ വണ്ടിയുടെ പുറത്ത് ആൾ കയറി ഒന്ന് ഡ്രൈവ് ചെയ്യുന്നതിന് കുട്ടിയെ കാണാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം ആ നടന്ന സംഭവമോ ആ ആക്സിഡൻറ്റോ അല്ല. അവിടുത്തെ അടിസ്ഥാന പ്രശ്നം ആ വണ്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വണ്ടി ആർക്കും വേണ്ടാത്തതും ആർക്കും ഉപയോഗിക്കാവുന്നതുമായിട്ട് അവിടെ കിടന്നു. ഹോസ്റ്റലിൽ നിന്ന് തോക്കുന്ന വിദ്യാർത്ഥികൾ പോലും പോവാതിരിക്കുക. അപ്പോൾ ഹോസ്റ്റലിൽ അനധികൃതമായ ആളുകൾ കയറി താമസിക്കുക, ഇതിനകത്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ അവിടെ വാസ്തവം. അതൊക്കെ അതിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു ഫോൾ ഔട്ട് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഉണ്ടായ സംഭവമാണ്. ഒരു വണ്ടി ജീപ്പ് ഓടിച്ചു ഒരു കുട്ടിയുടെ ദേഹത്ത് കയറി എന്നുള്ളത് ആണ് നമ്മളെ സ്പർശിക്കുന്ന ഭാഗം. പക്ഷെ അത് അല്ല അവിടുത്തെ പ്രധാന വിഷയം. അവിടുത്തെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, അച്ചടക്കത്തിൻ്റെ കുറവ്, ഹോസ്റ്റലിൽ ഉള്ള മറ്റുള്ള ആളുകളുടെ ഹോസ്റ്റലിൽ തന്നെ താമസം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫൈനൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ പിറ്റേ കൊല്ലം തിരിച്ചു വരുമ്പോൾ ഫ്രഷ് അഡ്മിഷനാണ് ഹോസ്റ്റലിൽ. അന്നൊക്കെ ആകെ 200 പേർക്ക് അഡ്മിഷനുള്ളൂ. ആരും അങ്ങനെ തോക്കാറൊന്നുമില്ല. ചിലപ്പോൾ ആരെങ്കിലും 1-2 തോക്കും. അവർക്ക് പിന്നെ മുറി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവിടെ ഒരു മുറി കോമൺ റൂമിലാണ് ഈ പെട്ടിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാവുക. പക്ഷെ പിറ്റേ വർഷം തിരിച്ചു വരുമ്പം അടുത്ത ക്ലാസ്സിലേക്ക് കയറിയ ആളുകൾക്ക് മാത്രമേ ഹോസ്റ്റലിൽ മുറി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഇവിടെ 4 സെമസ്റ്ററിനും 20 അരിയേഴ്സ് പേപ്പർ ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കാം.
ഹോസ്റ്റൽ പ്രിൻസിപ്പാളിൻ്റെ അധികാരസീമയ്ക്ക് പുറത്താണ് എന്നുള്ള മറ്റുള്ള അവിടെയാണ് അതിൻ്റെ വാസ്തവത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആക്ച്വലായിട്ടുണ്ടായ അപകടം ദുഃഖകരം തന്നെയാണെങ്കിലും ആ അപകടം വെറുതെ വഴിയെ ഒരാൾ സിനിമാക്കാരൻ ബോംബെയിൽ കാർ ഓടിച്ച പോലെ ഓടിച്ചതല്ല. ഈ സാഹചര്യം നമ്മളെല്ലാവരും കൂടെ ഒരുക്കി കൊടുത്തതാണ്. അതിൻ്റെ തുടർച്ചയാണ് ആ അപകടം. അടുത്ത ക്വസ്റ്റ്യൻ. സാർ, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരുന്നല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് വരുന്നത് നമ്മുടെ നഗരത്തിനെ എങ്ങനെയെല്ലാം ബാധിച്ചേക്കാമെന്ന് സാറിന്റെ അഭിപ്രായം? വിഴിഞ്ഞം പോർട്ട് വരുന്നത് തിരുവനന്തപുരത്ത് ട്രാഫിക് വർദ്ധിപ്പിക്കുമെന്നൊരു സംശയമൊന്നുമില്ല. അത് നഗരത്തിൽ പ്രവേശിക്കാതെ ആ ട്രാഫിക്കിന് പോകാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വീതിയൊക്കെ കൂട്ടുന്ന ഭാഗത്ത് ചിലപ്പോൾ അത് കൊണ്ടത് മാറിക്കിട്ടുമായിരിക്കും. പക്ഷേ ഒരുപാട് ആളുകൾ ഇവിടെ ഈ പ്രദേശത്തൊക്കെയാണ് താമസിക്കാൻ പോണത്. അവരുടെ ശമ്പളത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇവിടെയാണ് ചിലവാക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നഗരത്തിലെ ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് കൂടും, ട്രാഫിക് കൺജഷനും കൂടും. പക്ഷേ അവിടുത്തെ വലിയ കണ്ടെയ്നർ ട്രാഫിക്കൊന്നും സിറ്റിയിലേക്ക് വരില്ല, വരേണ്ട ആവശ്യമില്ലല്ലോ, ബൈപ്പാസ് വഴി പോയാൽ മതി. എങ്കിലും പൊതുവെ നഗരത്തിന് നല്ലതായിരിക്കും, കാരണം ഇവിടെ കൂടുതൽ ആളുകൾ വരും. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ കോസ്മോപൊളിറ്റൻ നേച്ചർ ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു കാര്യം പറയാനില്ല. വാസ്തവത്തിൽ ഈ തുമ്പ സ്പേസ് സ്റ്റേഷൻ വന്നതിന് ശേഷമാണ് ഉണ്ടായത്. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു മറ്റേതിവിടെ തമിഴ് നാട്ടിൽ നിന്ന് വരുന്നവരും മലയാളികളും മാത്രമല്ല ഈ പട്ടണത്തിലുണ്ടായിരുന്നുള്ളൂ. ധാരാളം നോർത്ത് ഇന്ത്യൻസ് വന്നു. പിന്നെ റീജിയണൽ റിസർച്ച് ലാബ് വന്നു. ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ വരികയും പുറത്തുനിന്നുള്ള ആൾ വരികയും ചെയ്തപ്പോഴാണ് ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവം തിരുവനന്തപുരത്തിനുണ്ടായത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ടെക്നോ പാർക്ക് വന്നപ്പോൾ അതൊരു ക്വാണ്ടം ജമ്പായി ആ മേഖലയിൽ. അതുപോലെ ഇനിയും ഒരു മാറ്റം ഉണ്ടാകാവുന്നതാണ് വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ വരുമ്പോഴത്തേക്കും ആക്ടിവിറ്റി കൂടുന്നു. അതുകൊണ്ട് നഗരവുമായി ബന്ധപ്പെടാതെ അവരുടെ ആൾക്ക് താമസിക്കണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരാം. അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ ഒരു സിറ്റിക്ക് ആവശ്യമല്ലേ, അല്ലെങ്കിൽ നാടിന്? അല്ല, അത് വേണമല്ലോ. ഇപ്പോഴേ ഗവൺമെന്റിന്റെ കയ്യിൽ പദ്ധതിക്കൊന്നും കുറവില്ല. അതാണ് ഇപ്പോൾ ഈ റാപ്പിഡ് ട്രാൻസിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. ക്രൈം റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ക്രൈം റേറ്റ് അതുകൊണ്ട് മാത്രം കൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ക്രൈം റേറ്റ് കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ ഈ പറയുന്ന ക്രൈം റേറ്റ് പലപ്പോഴും കൂടുതൽ ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ്. മറ്റ് നാടുകളിൽ റിപ്പോർട്ട് ചെയ്യാത്ത സംഭവങ്ങൾ പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരുപക്ഷെ നമ്പർ കൂടുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കും. പിന്നെ ക്രൈം റേറ്റിന് ഇപ്പം തുറമുഖമായിട്ട് എന്താ ബന്ധം? തുറമുഖത്തോട് വരാം. ഇപ്പം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് സ്മഗ്ലിങ് നടത്തുകയോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവാമെന്നല്ലാണ്ട് നമ്മളിപ്പോൾ ഇവിടെ കേൾക്കുന്ന തരത്തിലുള്ള പിന്നെ ഗുണ്ടാകളും അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് പിന്നെ ഒരു നഗരം വലുതാവുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെയും വ്യാപ്തി കൂടും. ഇപ്പോൾ ബോംബെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം അണ്ടർവേൾഡിനേക്കാൾ വളരെ വലുതല്ലേ. അതുപോലെ ഒരു എക്സ്പാൻഷൻ ഉണ്ടായി എന്ന് വരാം. അല്ലാണ്ട് തുറമുഖം വന്നതുകൊണ്ട് അതിൽ തന്നെ ഒരു ക്രൈം റേറ്റ് കൂടണ്ട. പക്ഷെ നഗരം വലുതാകുമ്പോൾ ക്രൈം സിൻഡിക്കേറ്റും വലുതാകും. ഇപ്പം സാർ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പം സാറിന് കൂടുതലായി ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണോ കൂടുതൽ താല്പര്യം? അല്ല, അറിയപ്പെടാനുള്ള താല്പര്യം ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ അതാണ് താല്പര്യം. ഈ അറിയപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ എഫിമറലാണ്, താൽക്കാലികമായി നടന്നു പോകുന്ന ഒരു കാര്യമല്ലേ. എൻ്റെ അച്ഛൻ പണ്ട് പറയായിരുന്നേ, ഈ 500 വർഷം കഴിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ജവഹർലാൽ ഒരു പേജും ഇന്ദിര ഒരു പേരും മാത്രമായി. അവർ അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രാധാന്യമൊക്കെ കുറേ കാലം കഴിയുമ്പോൾ നഷ്ടപ്പെടില്ലേ. ഇപ്പോൾ PS നടരാജപിള്ള എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങളിപ്പോൾ ലോ അക്കാഡമി പഠിക്കുന്നവരാണല്ലോ, നിങ്ങൾക്കറിയാമോ? എത്ര പേർക്കറിയാം? ആദർശ രാഷ്ട്രീയത്തിൻ്റെ അത്യുന്നത മാതൃകയായിരുന്ന തിരുവിതാംകൂറിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം.
മനോന്മണീയം സർവകലാശാല കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തിരുനെൽവേലി മനോന്മണീയം സുന്ദരംപിള്ളയുടെ മകനാണ്. വളരെ പ്രഗത്ഭനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം മുഴുവൻ SRCP ഭൂരിപക്ഷവും പിടിച്ചെടുത്തു. അവസാനം ദരിദ്രനായിട്ട് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉണ്ടായില്ല എന്ന് പറയാം. പട്ടം ദാനമുള്ള 3 പ്രാവശ്യം, ആദ്യം പ്രധാനമന്ത്രി, പിന്നെ തിരുവിതാംകൂർ, കൊച്ചിയിൽ, കേരളത്തിൽ ഒക്കെ തലപ്പത്തിരുന്നയാൾ. ഇപ്പോൾ നമ്മൾ VJT ഹാളിൻ്റെ മുമ്പിലൊരു പ്രതിമയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പട്ടം A താണുപിള്ള എന്നാണ്. ആ പ്രതിമ ഉണ്ടാക്കിയവർ A കഴിഞ്ഞിട്ട് കുത്തിടാൻ മറന്നുപോയി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പട്ടം ഏതാണ് പിള്ള എന്നാണ് ആയില്ലേ? അപ്പം അറിയപ്പെടാനുള്ള താല്പര്യത്തിനകത്തൊക്കെ ഇത്രയല്ല. നമ്മുടെ കഴിച്ചാൽ കുറച്ചു ആളും കൂടെ ആരെങ്കിലുമൊക്കെ പറയും. അർഹിക്കുന്നത് അതിജീവിക്കും. അത് നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിജീവിക്കാത്തതിന് അർഹതയില്ല എന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ PA പൗലോസ് കോറെപ്പിസ്കോപ്പായുടെ മകൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കാരണം അച്ഛൻ എൻ്റെ റോൾ മോഡൽ, എൻ്റെ ഹീറോ എല്ലാം എൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയാമെന്നല്ലാണ്ട് ഗോൾഡ മേയർ എന്ന് പറഞ്ഞ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരുന്നു. അവരുടെ വിൽപത്രത്തിൽ അവരെഴുതി വെച്ച ഒരു കാര്യം, അവരുടെ പേരിൽ ഒരു റോഡ് പോലും ഉണ്ടാകാൻ പാടില്ല. അതിനോട് ഇതിലൊന്നും ഒരർത്ഥമില്ല. ഞാൻ ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ദശാസന്ധിയിൽ യാദൃശ്ചികമായി ഇവിടെ വന്നുപെട്ടു. ഞാൻ ചില കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാനൊരു സന്ദർഭം എനിക്ക് കിട്ടി. എൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഞാനങ്ങ് പോവും. അത് കഴിഞ്ഞ് പിന്നെ വിമാനത്താവളത്തിൽ എൻ്റെ പേരിടുക, പിന്നെ റോഡിൽ എൻ്റെ പേരിടുക, അതിനൊന്നും ഒരർത്ഥമില്ല. എനിക്ക് യാതൊരു സ്മാരകം ഉണ്ടാക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചു. അവർക്ക് മാത്രം സ്മാരകമില്ല ഇസ്രായേലിൽ. വാസ്തവത്തിൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളല്ലേ. അവരെക്കുറിച്ച് പറഞ്ഞതാണ്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുവെന്ന് പലരും തെറ്റായി ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ബെൻഗൂറിയൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഗോൾഡ മേയറിനെ കുറിച്ച് പറഞ്ഞതാണ്, എൻ്റെ മന്ത്രിസഭയിൽ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഗോൾഡ മേയറാണ്. ആണത്തമുള്ള ഒരാളെ ഉള്ളൂ, അത് ഗോൾഡ മേയറാണെന്ന് അന്ന് ബെൻഗൂറിയൻ പറഞ്ഞതാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരാൾ എഴുതി വെച്ചു. ഇതിനകത്ത് ഒരർത്ഥവുമില്ല. ഞാൻ ഈ വഴി വന്നു, ആ വഴിയിൽ എനിക്ക് വീണ് കിട്ടിയ ചില കർമ്മ പഥങ്ങൾ ഞാൻ ഫലപ്രദമായി ഉപയോഗിച്ചു, അത് പൂർത്തിയാക്കുന്നു, ഞാൻ പോകുന്നു. ഇനി പുതിയ തലമുറ ഏറ്റവും എന്നെ ഓർത്തൊന്നും വെക്കണ്ടെന്ന്. അതാണ് എന്നെക്കുറിച്ചുള്ള എൻ്റെയും സമീപനം അത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സാറ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്റ്റുഡൻറ് പൊളിറ്റിക്സിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? സ്റ്റുഡൻറ് പൊളിറ്റിക്സ് കോളേജിലുള്ള ക്യാമ്പസ് പൊളിറ്റിക്സ്. ക്യാമ്പസ് പൊളിറ്റിക്സിനകത്ത് ക്യാമ്പസ് ജീവിതത്തിൽ പൊളിറ്റിക്സ് വേണ്ടാന്നൊരു അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അതിനകത്തൊരു ചെറിയ വ്യത്യാസം തോന്നാവുന്നത്, തീർത്തും പൊളിറ്റിക്സ് ഒഴിവാക്കിയാൽ അങ്ങനെ വരുന്ന ആ ഒഴിഞ്ഞ ഇടത്തിലേക്ക് കയറി വരുന്നതെല്ലാം സർഗാത്മകമോ അനുകരണാർഹമോ ആയ പ്രവണതകളാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ഒരു രാഷ്ട്രീയം ഒഴിവാക്കണമെന്ന് ഒരു കാലത്ത് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ മറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. അതോ ഉത്തരവാദബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആണോ വരേണ്ടത്? വിദ്യാർത്ഥികൾ രാഷ്ട്രീയ കക്ഷികളുടെ വാനരസേനയായി സ്വയം കണ്ടെത്തുന്നതാണ് അപകടം. അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അല്പസ്വല്പം രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് തന്നെയാണ്, എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. ഞാനിതിനെതിരായിരുന്നു. കാരണം എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ 6 വർഷവും സർവകലാശാലയിലുണ്ടായിരുന്ന 2-4-6 വർഷം യൂണിയൻ നേതാവായിരുന്നു. ഒന്നുകിൽ മാഗസിൻ എഡിറ്റർ, അല്ലെങ്കിൽ ക്ലാസ് റെപ്പ്, അല്ലെങ്കിൽ യൂണിയൻ ചീഫ്. അപ്പോൾ പക്ഷെ അതിനൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അതൊരു അപ്പൊളിറ്റിക്കൽ ലീഡർഷിപ്പായിരുന്നു. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം KSU ഒന്നും ഇല്ലല്ലോ ആ കാലത്ത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആർട്സ് കോളേജിലൊക്കെ പതുക്കെ തുടങ്ങി. എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഈ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഫോളോ ഔട്ട് ആയിരിക്കും എനിക്ക് രാഷ്ട്രീയത്തോട്, ക്യാമ്പസ് രാഷ്ട്രീയത്തിനോട് പൊതുവെ ഒരു എതിർപ്പായിരുന്നു മാനസികമായിട്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ചില സൗമിത്ര രേഖകളെ മാനിച്ചുകൊണ്ട്
ക്യാമ്പസിൽ രാഷ്ട്രീയം ഉണ്ടാകുന്നതല്ലേ നല്ലത് എന്ന് ഒരു ചിന്ത കുറേശ്ശെ എൻ്റെ മനസ്സിൽ വരാൻ തോന്നുന്നുണ്ട്. ഞാനൊരു ഡെഫിനറ്റ് വ്യൂ പറയല്ല, കൃത്യമായ ഞാനൊരു തീരുമാനം എടുത്ത ഒരു അഭിപ്രായം പറഞ്ഞെന്ന് പറയല്ല. എങ്കിലും ഇപ്പം എനിക്കൊരു സംശയം, രാഷ്ട്രീയമില്ലാതെ വരുമ്പോൾ, അതുപോലെ AK ആൻ്റണി മുഖ്യമന്ത്രി ആയപ്പോൾ കോൺഗ്രസ്സുകാരും പോലീസ് സ്റ്റേഷനിൽ കയറരുതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടായ സ്പേസ് ഒരു വലിയ അളവ് വരെ പോലീസ് അത് പ്രയോജനപ്പെടുത്തുകയും ന്യായമായി പ്രവർത്തിക്കുകയും ചെയ്തെങ്കിലും അവിടെ ഇവിടെയായി ചിലയിടങ്ങളിൽ അത് കൂടുതൽ കറപ്ഷന് വകവെച്ചു. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ടായില്ല, എങ്കിലും ചില സ്ഥലത്തുണ്ടായി എന്ന് പറഞ്ഞതുപോലെയാണ് ക്യാമ്പസ് പൊളിറ്റിക്സും. വേണ്ടാന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ആ ഒഴിവ് വരുന്ന ഇടത്തിൽ കടന്നുകൂടുന്നത് കഞ്ചാവ് മാഫിയായും പെൺവാണിഭക്കാരും ഒക്കെ ആണെങ്കിൽ അതിനേക്കാൾ ഭേദം രാഷ്ട്രീയമല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാൻ ആയിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരാണ് അവസാനത്തെ ചോദ്യം ചോദിക്കുന്നത്? സാറുടെ ലൈഫിൽ എന്തെങ്കിലും ടേണിംഗ് പോയിന്റ് മോട്ടിവേഷണൽ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കൂട്ടിയത് IAS ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സിവിൽ സർവൻറ്റ് ജോയിൻ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ? ഒരു കൃത്യമായി പറഞ്ഞാൽ ഞാൻ വളർന്ന് വന്ന വീട്ടിലെ സാഹചര്യങ്ങളിൽ അറിവ് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. എവിടെയും ഏത് കാര്യം ചെയ്താലും ഒരു എക്സലൻസ് ലക്ഷ്യമാക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും എൻ്റെ അധ്യാപകരിൽ നിന്നൊക്കെ കിട്ടിയതാണ്. അതിൽ എനിക്ക് വളരെ കടപ്പാടോട് ഓർക്കേണ്ട എന്നെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കുര്യൻ സാറ്, എൻ്റെ ആദ്യത്തെ പ്രസംഗം അദ്ദേഹമാണ് പറയിപ്പിച്ചത്. ഞാൻ 2ാം ക്ലാസ്സിലാണ് ചേർന്നത്. അദ്ദേഹത്തിന് തോന്നി എന്നെ ഒരു പ്രസംഗം കാണാതെ പഠിപ്പിച്ചാൽ ഞാനത് പ്രസംഗിക്കും എന്ന് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ്, എൻ്റെ അച്ഛന് പറയാനൊക്കെ ഇല്ല എൻ്റെ മോനെ കൊണ്ട് പ്രസംഗിപ്പിക്കാമെന്ന്, വേറൊരാൾ പറഞ്ഞപ്പോഴാണ് അച്ഛനത് ഏറ്റുപിടിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ഓരോ ഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പെസിഫിക് കമൻ്റ് എന്ന് പറയുന്നത് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന കാലത്ത് കോളേജിൽ, അപ്പോൾ എനിക്ക് SSLCക്ക് റാങ്ക് ഉണ്ടായിരുന്നു. അന്ന് റാങ്ക് ഉണ്ടെന്നൊന്നും പരീക്ഷ റിസൾട്ട് വരുമ്പോൾ അറിയില്ല. പിന്നെ കോളേജിൽ നിന്ന് സ്കൂളിൽ എഴുതി വന്നു, 17,980 രജിസ്റ്റർ നമ്പറുമായി നിങ്ങളുടെ സ്കൂളിൽ നിന്ന് SSLC പരീക്ഷ എഴുതിയ D. ബാബു പോൾ എന്ന വിദ്യാർത്ഥി ഉപരിപഠനം നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, കടലാസൊക്കെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് വീട്ടിലെത്തുന്നവിടെ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഫോട്ടോ കോപ്പി ഒന്നുമില്ല, നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വരച്ചൊക്കെ ഉണ്ടാക്കണം. അതെല്ലാം എടുത്ത് കോളേജ് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ KC ജോസഫും ഉണ്ട്, മലയാളം പ്രൊഫസർ കുറ്റിപ്പുഴ സാറും ഉണ്ട്. കുറ്റിപ്പുഴ സാറിൻ്റെ അടുത്ത് ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും ധൈര്യമല്ല, ഇവിടെ അറ്റസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ചെല്ലാനൊന്നും. മറ്റേ ആളുടെ അടുത്ത് പോയി, അദ്ദേഹം അറ്റസ്റ്റൊക്കെ ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ മറിച്ച് നോക്കിയപ്പോൾ അന്ന് എൻ്റെ 15ാമത്തെ വയസ്സിലെ ബുദ്ധിയിൽ ഞാൻ ബാബു എന്ന് മാത്രമാണ് ഒപ്പിട്ടിരുന്നത്. അതിന് അന്നൊരു ന്യായം ഉണ്ടായിരുന്നു, എൻ്റെ പേരിൽ നിന്ന് എൻ്റെ ജാതി ആരും അറിയരുത്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ ബാബു എന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള ആലോചന ആരോ പറഞ്ഞ വല്ല സാറന്മാരും പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒപ്പിട്ടു. ഈ ഒപ്പ് കണ്ടിട്ട് അന്ന് 15 വയസ്സുള്ള എന്നോട് എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ ജോസഫ് പറഞ്ഞു, എടോ താൻ ഈ ഒപ്പ് മാറ്റിയിട്ട് D. ബാബു പോൾ എന്ന് മുഴുവൻ എഴുതി ഒപ്പിടണം, അല്ലെങ്കിൽ ഒരു 10-12 കൊല്ലം കഴിഞ്ഞ് താൻ ഒരു കളക്ടറൊക്കെ ആകുമ്പോൾ ഒപ്പിന് വില ഉണ്ടാവില്ല. 15 വയസ്സിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ആ കോളേജിലെ പ്രിൻസിപ്പലിനൊപ്പം സീനിയോറിറ്റി ഉള്ള ഇംഗ്ലീഷ് പ്രൊഫസർ 12 കൊല്ലം കഴിഞ്ഞാൽ താൻ കളക്ടറാകുമെന്ന് പറഞ്ഞത് എവിടെയോ ചെന്ന് കുരുങ്ങി. ഒരു പക്ഷേ അതായിരിക്കാം എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയറിലായപ്പോൾ എന്നെ ഏറ്റവും നിർണായകമായി സ്വാധീനിച്ച് ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഈ ബാലമിത്രത്തിലേക്ക് ലേഖനം എഴുതി അയക്കാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞതാകാം. അങ്ങനെ ജീവിതത്തിൻ്റെ പല മുഖങ്ങളല്ലേ. കൃത്യമായി ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയത്തക്കവണ്ണം ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ പല സംഭവങ്ങൾ പറയാനുണ്ടാവും, അത്രയേ ഉള്ളൂ.
ഏതായാലും സാറിനെ സ്വാധീനിച്ച ഒരുപാട് പേരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ നാളെ ഇവർക്കും പറയാൻ സാറിന്റെ പേരുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഓൺ ബിഹാഫ് ഓഫ് ദം താങ്ക് യു വെരി മച്ച് സാർ, നമ്മുടെ കൂടെ ഇത്രയും നേരം ഇരുന്ന് സാറിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ചതിന്.